നമ്മൾ ഈ 7 സ്റ്റേജസ് ഓഫ് പ്രയർ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അഭികാമ്യമല്ലാത്ത പ്രാർത്ഥനാ രീതി, അതാണ് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന രീതി. ഈ രീതിയിൽ പൊതുവെ കാണുന്നത് നമ്മളോട് വൈരാഗ്യമുള്ളവരും നമ്മൾക്ക് വൈരാഗ്യമുള്ളവരും ആയ അനേകർ നമ്മുടെ ചുറ്റിൽ കണ്ടുവന്നിരിക്കാം. നമ്മുടെ ജീവിത രീതി കൊണ്ട് ഇടപെടലുകളുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾ കാണാം. അവിടെ അവരുടെ നാശത്തെ മുൻനിർത്തി നമ്മൾക്ക് അങ്ങേറ്റം വൈരാഗ്യവും വെറുപ്പും ഉള്ളവരുടെ ഒട്ടും കംഫർട്ടബിൾ അല്ല അവരുമായിട്ട് ഇടപെടാൻ. അവരുടെ നാശം കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് നമ്മെ എവിടെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മറ്റൊരു വ്യക്തിയെ വെറുത്തുകൊണ്ട് കോപത്തോടെയും വൈരാഗ്യത്തോടെയും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉദ്ദേശിച്ച തലത്തിലല്ല പോകുക. നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ തലത്തിൽ മറ്റൊരാൾ വെറുക്കുന്നതോടുകൂടി എല്ലാവിധ ശാരീരിക സ്വസ്ഥത പരിശോധിച്ച് നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കാണാം. ശാരീരികമായ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, ആത്മീയമായ ശാന്തത നഷ്ടപ്പെടുന്നു, മാനസികമായ ഒരു ബാലൻസ് അവിടെ പോകുന്നു. കാരണം ഉള്ളിലെ വികാരം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. സ്നേഹത്തിന് നേരെ വിരുദ്ധമായ വികാരങ്ങൾ മുഴുവൻ മനസ്സിൽ നിറച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിനകത്ത് ഒരു വല്ലാത്ത അസഹിഷ്ണുതയുടെയും മൊത്തം നമ്മുടെ ഒരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇറ്റ്സെൽഫ് ഒരു തെറ്റിപ്പോകുന്നു. കാരണം നമ്മൾ ഒരിക്കലും സമാധാനമില്ല, നമ്മൾ ഒരിക്കലും സന്തോഷമില്ല, ഒരു നാശം കാണാനാണ്. ഒരു പക്ഷേ നമ്മൾ നാശം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങായിരിക്കും. പക്ഷെ നമ്മൾ അയാളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സകല സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ള പ്രാർത്ഥനയാണ്. ആക്ച്വലി നമ്മുടെ ആത്മാവിനകത്ത് നമ്മൾ പല വൃക്ഷങ്ങളുടെ അകത്ത് ഒരു വണ്ട് കയറി കൂടിയാൽ കരണ്ട് ആ വൃക്ഷത്തെ, ആ ഫലത്തെ നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനകത്ത് വെറുപ്പും വിദ്വേഷവും നമ്മുടെ ആത്മീയ ശോഷണം അവിടെ വരുത്തി വെച്ചുകൊണ്ടിരിക്കും. ഡെയിലി നമ്മൾക്ക് തന്നെ അത് ദ്രോഹം വരുത്തി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത്. നമ്മളിപ്പോൾ കളിയിലൊക്കെ പറഞ്ഞ, ഫുട്ബോളിൽ പറഞ്ഞ സെൽഫ് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളടിക്കുന്നുണ്ട്, നേരെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ ദ്രോഹത്തിൻ്റെയും അതിൻ്റെ എല്ലാവിധ നമ്മുടെ ശരീരത്തിനകത്ത് വിഷ അംശങ്ങൾ സ്വയം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അത് വരിക. നമ്മുടെ ആത്മീയ നാശത്തിലേക്ക് പോകുള്ളൂ. വെറുപ്പിൻ്റെ അംശവും വൈരാഗ്യത്തിൻ്റെ അംശം എത്രയെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നുവോ. നമ്മളൊരു ആളെ വെറുത്താൽ ആ വ്യക്തിക്കൊന്നും സംഭവിക്കുന്നില്ല. ശാരീരികമായ ഒരു ദ്രോഹം നമ്മൾ അവിടെ ചെയ്യാത്തിടത്തോളം കാലം വെറുപ്പിൻ്റെ അംശം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാം. അല്ലാത്ത ഒരു തലത്തിലും ഒരു വ്യക്തിയെ വെറുത്തു എന്ന് വെച്ചാൽ ആ വ്യക്തിക്കൊന്നും സംഭവിക്കില്ല, സംഭവിക്കുന്നത് മുഴുവൻ നമുക്കാണ്. അതുകൊണ്ടാണ് കർത്താവ് പിന്നെയും പറയുന്നത്, നീ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ അംശം ആർക്കെല്ലാം കൊടുക്കുന്ന അത്രയും ആത്മീയമായി, ശാരീരികമായും മാനസികമായും നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് കിടക്കും. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ഈ തലം വലിയൊരു ശതമാനം ആളുകൾ പലപ്പോഴും നമ്മുടെ വലിയ ദൈവത്തിനു മുമ്പാകെ ആണെങ്കിലും സമർപ്പിച്ച് വൈരാഗ്യത്തിൻ്റെ പ്രാർത്ഥനകൾ നടത്തുന്ന ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ആ പ്രാർത്ഥന ഒട്ടും അഭികാമ്യമല്ലാത്ത ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാർത്ഥനയായി അത് ഗണിക്കപ്പെടുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നിന്ന് കരകയറണം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വയം നാശം ക്ഷണിച്ചു വരുത്തുന്നതാണ് ഘട്ടം. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറണം എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തട്ടിലുള്ള ഈ പ്രാർത്ഥനയാണ് ഏറ്റവും അഭികാമ്യമല്ലാത്തതും ആത്മീയമായിട്ട് ഒരിക്കലും ചെയ്യരുതാത്തതുമായ ഒരു പ്രാർത്ഥനയുടെ സ്റ്റേജാണ് ഈ ഏറ്റവും താഴെ തട്ടിലുള്ള ഈ പ്രാർത്ഥന.